ഇലക്ട്രോണിക് പേജറുകൾ വഴി നടത്തിയ സ്ഫോടന പരമ്പര മേഖലയിൽ പൂർണ്ണ യുദ്ധത്തിന് വഴി തെളിച്ചേക്കുമെന്നാണ് ആശങ്ക. ഹമാസിന് തുടർന്നും പിന്തുണ നൽകുമെന്നും പേജർ കൂട്ടക്കൊലയ്ക്കുള്ള തിരിച്ചടി ഇസ്രായേലിന് നൽകുമെന്നും ഹിസ്ബുള്ള പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നടത്തിവരുന്ന ആക്രമണങ്ങൾ തുടരുമെന്നാണ് സ്ഫോടന പരമ്പരയ്ക്ക് പിന്നാലെ ഹിസ്ബുള്ള വ്യക്തമാക്കിയത്. ലബനിലെ ഇലക്ട്രോണിക് സ്ഫോടന പരമ്പരയുടെ പശ്ചാത്തലത്തിൽ ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതി അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട്. ഈ ആഴ്ച യോഗം ചേരാനാണ് UN തീരുമാനിച്ചിരിക്കുന്നത്. ലബനനിലെ ഇലക്ട്രോണിക് ആക്രമണമടക്കം ചർച്ച ചെയ്യാനാണ് യോഗം ചേരുന്നതെന്ന് UN വ്യക്തമാക്കി. സാധാരണക്കാർ ഉപയോഗിക്കുന്ന വസ്തുക്കൾ യുദ്ധോപകരണം ആക്കരുതെന്ന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് അഭിപ്രായപ്പെട്ടു. അതേസമയം ലബനിലെ ഇന്നത്തെ വോക്കി ടോക്കി സ്ഫോടന പരമ്പരയിൽ 9 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇന്നലെ അറിയിച്ചിരുന്നത്. 300 പേർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റു എന്നാണ് വിവരം. ഇന്നലത്തേതിന് സമാനമായ രീതിയിലാണ് ലബനനിൽ ഉടനീളം പൊട്ടിത്തെറികൾ ഉണ്ടായത്. ലളിതമായ ആശയവിനിമയ ഉപകരണമാണ് പേജർ. ഡോക്ടർമാർ, മാധ്യമപ്രവർത്തകർ, സാങ്കേതിക വിദഗ്ധർ, മാനേജർമാർ തുടങ്ങിയ മേഖലയിലുള്ളവർക്ക് വളരെ ഉപകാരപ്രദമായിരുന്നു പേജർ. വിദൂര സ്ഥലങ്ങളിൽ പോലും സന്ദേശങ്ങൾ എത്തിക്കുന്നതിൽ പേജർ വിജയിച്ചിരുന്നു. റേഡിയോ തരംഗങ്ങൾ വഴിയാണ് സന്ദേശം കൈമാറിയിരുന്നത്. സാങ്കേതിക വിദ്യ പുരോഗമിച്ചതോടെ പേജറുകളിലും കാര്യമായ മാറ്റങ്ങൾ വന്നു. ഡിവൈസിൽ നേരിട്ട് ചെറിയ സന്ദേശങ്ങൾ പ്രദർശിപ്പിക്കാൻ പ്രാപ്തമാക്കുന്ന ഒരു ചെറിയ സ്ക്രീൻ ഉള്ളതായിരുന്നു പുതിയ മോഡലുകൾ. 90കളുടെ തുടക്കത്തിലാണ് പേജറിനെ കവച്ചുവെച്ച് മൊബൈൽ ആ സ്ഥാനം കീഴടക്കുന്നത്. 90കളുടെ അവസാനത്തോടെ പേജറുകൾ പൂർണ്ണമായും അപ്രത്യക്ഷമായി. ഹിസ്ബുള്ള പോലുള്ള ഗ്രൂപ്പുകളിൽ ഇത് സജീവമായി തുടർന്നു. ഹിസ്ബുള്ളയുടെ ഇലക്ട്രോണിക് ആശയവിനിമയ സംവിധാനങ്ങൾ ലക്ഷ്യം വച്ചുള്ള ആക്രമണം ഭീകര ഗ്രൂപ്പിനെ തകിടം മറിക്കാൻ ഉദ്ദേശിച്ചുള്ള ഇസ്രായേലിന്റെ ആസൂത്രിത പദ്ധതിയായിരുന്നു എന്നാണ് സൂചന. ഹിസ്ബുള്ള തീരെ പ്രതീക്ഷിക്കാത്ത സാഹചര്യത്തിലും ഇടത്തിലും തങ്ങൾക്ക് കടന്നുകയറി ആക്രമിക്കാൻ കഴിയുമെന്ന് തെളിയിച്ച് ഗ്രൂപ്പിന്റെ ആത്മവിശ്വാസം തകർത്ത് തരിപ്പണമാക്കാനാണ് ലക്ഷ്യമിടുന്നത്. യുദ്ധത്തിന്റെ പുതിയ ഘട്ടമാണ് ഇസ്രായേൽ പ്രഖ്യാപിച്ചിരിക്കുന്നതും. മാസങ്ങൾക്ക് മുമ്പേ തന്നെ ഹിസ്ബുള്ള ഇറക്കുമതി ചെയ്ത പേജറുകളിലും വോക്കി ടോക്കികളിലും സ്ഫോടക വസ്തുക്കൾ മൊസാദ് ഒളിപ്പിച്ചിരുന്നു എന്നാണ് മുതിർന്ന ലെബനീസ് സുരക്ഷാ വിദഗ്ധർ റോയിട്ടേഴ്സിനോട് പറഞ്ഞത്. നേരത്തെ തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന സ്മാർട്ട് ഫോണുകൾക്ക് പകരം പേജറുകൾ ഉപയോഗിക്കണമെന്ന് നിർദ്ദേശം നൽകിയത് ഹിസ്ബുള്ള തലവനായ ഹസൻ നസറുള്ളയാണ്. സ്മാർട്ട് ഫോണുകൾ വഴിയുള്ള സന്ദേശങ്ങളും മറ്റും ഇസ്രായേൽ പിടിച്ചെടുക്കുമെന്ന് ഭയന്നിട്ടാണ് നസറുള്ള ഇത്തരത്തിൽ ഒരു നിർദ്ദേശം നൽകിയത്. എന്തായാലും ഹിസ്ബുള്ളയെ സഹായിക്കാൻ ഇപ്പോൾ ഇറാനും രംഗത്തെത്തിയിട്ടുണ്ട്. പരിക്കേറ്റവർക്ക് മരുന്നുകളുമായി ഇറാൻ സൈനിക വിമാനങ്ങൾ പറന്നെത്തി. എന്തായാലും യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന അവസ്ഥയാണ്. എന്തും സംഭവിച്ചേക്കാമെന്ന രീതിയിലാണ് ഇപ്പോൾ ഇരു രാജ്യങ്ങളും മുന്നോട്ടു പോകുന്നത്.